ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ അജീഷ് ആന്റണി. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്കോ മരിച്ചവർക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടോ? അപ്പോൾ എല്ലാവരും പറയും തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആളുകൾ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ പാസ്റ്ററുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പറയുന്നത് കാരണം അവർക്ക് ഗുണമുള്ളത് കൊണ്ടാണ്. പക്ഷെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം പറയുമ്പോൾ ചിലർ പറയും, അവർ മരിച്ചുപോയില്ലേ, അവർ ജീവിക്കുന്നവരല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇതാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം. പക്ഷെ വചനം എന്താണ് ഇതേക്കുറിച്ച് പറയുക? യേശുവിന്റെ അടുത്ത് ചില സദുക്കായര്, അവർ പുനരുദ്ധാനം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അവർ വന്ന് മരിച്ചവരെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു, അവർക്ക് പുനരുദ്ധാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നെല്ലാം. അപ്പോൾ അതിന് യേശു നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ്. ഞാൻ മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. അതായത് യേശു പറയുന്ന ഒരു കാര്യം, അബ്രാഹവും ഇസഹാക്കും യാക്കോബുമെല്ലാം ദൈവസന്നിധിയിൽ ജീവിക്കുന്നു എന്നാണ്. ഓർക്കണേ, യേശുവിനും ഏകദേശം 1600-1800 വർഷം മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയവരാണ് അബ്രാഹവും ഇസഹാക്കും യാക്കോബുമെല്ലാം. എന്നാൽ അവര് ദൈവസന്നിധിയിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്, മരിച്ചുപോയവരുടെ അല്ല. കാരണം യേശു വന്നത് തന്നെ നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്നാൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവും ശരീരവും താൽക്കാലികമായി വേർപെടുന്നു. എന്നാൽ ഇത് സ്ഥിരമായിട്ടുള്ളതല്ല. ലോകാവസാനത്തിൽ ശരീരങ്ങളും ആത്മാവും വീണ്ടും ചേർന്ന് ഒന്നാവുകയും ശരീരങ്ങളുടെ പുനരുദ്ധാനം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ക്രൈസ്തവ വിശ്വാസം. കാരണം വചനം വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അപ്പോൾ ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അയാളുടെ ശരീരവും ആത്മാവും വേർപെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ശരീരം ഈ ഭൂമിയിൽ കിടക്കും. ആത്മാവിന് മരണശേഷം വിധിയാണ്. മരണം, വിധി, സ്വർഗം, നരകം എന്നാണ് നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുള്ളത്. ആത്മാവിന് വിധി ലഭിക്കും. ആത്മാവ് ഒന്നുകിൽ സ്വർഗത്തിലേക്ക് പോകും അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും. എന്നാൽ ഒരു വ്യക്തിയുടെ ആത്മാവ് പൂർണ്ണമായും പരിശുദ്ധമല്ല എങ്കിൽ ആ ആത്മാവിന് ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു മാത്രമേ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കൂ. ഇതിനെയാണ് ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ നമ്മൾ പറയുക. കാരണം വചനം ഇങ്ങനെയാണ് പറയുക, ഹൃദയ പരിശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന്. അപ്പോൾ ഈ പരിശുദ്ധിക്ക് വേണ്ടി ആത്മാവ് ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നുപോയി. ഒന്നുകിൽ ആത്മാവ് സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. ഈ ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ ഈ ശുദ്ധീകരണം ആവശ്യമായ ആത്മാക്കളെല്ലാം ലോകാവസാനത്തോടുകൂടി അവയും സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. അങ്ങനെ സ്വർഗവും നരകവുമാണ് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ വിധിയിലുള്ളത്. ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിലാണോ അതോ ശുദ്ധീകരണ സ്ഥലത്താണോ നരകത്തിലാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? തീർച്ചയായിട്ടും നമുക്കൊന്നും അറിയാൻ സാധിക്കില്ല. കാരണം ഒരു വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. ഇനി ഒരു വ്യക്തി സ്വർഗത്തിലാണ് എന്നിരിക്കട്ടെ, നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി കുർബാന ചൊല്ലുകയോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. കാരണം വിശുദ്ധരെല്ലാം സ്വർഗത്തിലാണല്ലോ. അപ്പോൾ വിശുദ്ധരുടെ നൊവേനയും അല്ലെങ്കിൽ വിശുദ്ധരുടെ പ്രാർത്ഥനകളും കഴിക്കുമ്പോൾ ആ വിശുദ്ധരുടെ മധ്യസ്ഥം വഴിയായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് ഒരുപക്ഷെ സ്വർഗത്തിലാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് ആ പ്രാർത്ഥന വഴിയായിട്ട് അനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ്. ഇനി ഒരു വ്യക്തി ശുദ്ധീകരണ അവസ്ഥയിലൂടെ കടന്നു പോകണം എന്നിരിക്കട്ടെ ആ വ്യക്തിയുടെ ആത്മാവിന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ആത്മാവിനെ സഹായിക്കും. അപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവുമില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരവും ലഭിക്കും. ആ വ്യക്തിയുടെ ആത്മാവിനും അത് പ്രയോജനപ്പെടും. ഇനി ഒരു വ്യക്തി നരകത്തിലാണ് എന്നിരിക്കട്ടെ, നരകത്തിലാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് ആ വ്യക്തിക്ക് യാതൊരു പ്രയോജനവുമില്ല. പക്ഷെ നമുക്കോ? നമ്മുടെ ഈശോ നമ്മളോട് പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ്. അതുകൊണ്ട് ഒരു ആത്മാവ് നിത്യ നരകത്തിലാണെങ്കിലും നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് ആ വ്യക്തിക്ക് അതിന്റെ പ്രയോജനമൊന്നും ലഭിക്കുന്നില്ല എങ്കിലും നമ്മൾ യേശുവിന്റെ നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണ്.
അതിനാൽ തന്നെ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തായാലും, ഇനി അതല്ല അത് സ്വർഗത്തിലായാലും നരകത്തിലായാലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇനി ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ മാത്രമേ ആ ആത്മാവിന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. സ്വർഗത്തിലാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, നരകത്തിലാണെങ്കിൽ അതുകൊണ്ട് കാര്യവുമില്ല. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ വചനഭാഗങ്ങൾ ബൈബിളിൽ ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. 2 മക്കബായരുടെ പുസ്തകം 12:38 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ മക്കബായൻ എന്ന് പേരുകൂടി ഉണ്ടായിരുന്ന യൂദാസ് ഒരു യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ട യഹൂദന്മാർ അവരെ പരിശോധിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ചില പ്രത്യേക വിഗ്രഹങ്ങൾ അവർ ധരിച്ചിരുന്നതായി മനസ്സിലാക്കുകയും അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി അദ്ദേഹം അവരിൽ നിന്ന് 2000 ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അവിടെയുള്ള പുരോഹിതന്മാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും മരിച്ചവർക്ക് വേണ്ടിയുള്ള ഓരോ ബലിയിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. മരിച്ചവരുടെ പാപപരിഹാരത്തിനായി ഒരു വൈദികന്റെ അടുത്തുപോയി ആ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കള് ഒരു നിശ്ചിത തുക നൽകി അവർക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുന്നു. അപ്പോൾ മക്കബായരുടെ പുസ്തകം പറയുന്ന ഇത് തീർച്ചയായും ഉചിതമാണ്, ന്യായമാണ് എന്നാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, അവർ ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണ്. ശരീരം കൊണ്ട് നമ്മോടുകൂടെ ഇല്ലെങ്കിലും അവരുടെ ആത്മാക്കൾ ജീവിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മരിച്ചവരുടെ പ്രാർത്ഥനയുടെ അർത്ഥവും നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും മരിച്ചുപോയ എല്ലാവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകട്ടെ. ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. Press the bell icon on the YouTube app and never miss another update.